ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു ഈസി പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ ജസ്റ്റ് മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് കായം തേച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതേസമയം നമ്മൾ ഉള്ളി ക്ലീനാക്കുക, നമ്മുടെ അങ്ങനത്തെ ബാക്കി പരിപാടികളൊക്കെ ഉള്ളി മുറിക്കാനും അങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ മീൻ അധികം ഫ്രൈ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുക, വേവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞുള്ള ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ കുക്കറിലാണെന്ന് കരുതി നമ്മുടെ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല, നമ്മുടെ ഒതൻറ്റിക് ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ജസ്റ്റ് ഓയിൽ, നെയ്യ്, നമ്മുടെ ഹോൾ സ്പൈസസ്, പിന്നെ പെരുംജീരകം അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഉള്ളിയിട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നോർമൽ വഴറ്റുന്ന പോലെ അങ്ങനെ വഴറ്റൊന്നും വേണ്ട. നമ്മൾ ഈ ഉപ്പിട്ടതിൽ ഉള്ളിയിട്ട് ഉപ്പിട്ട് ജസ്റ്റ് ആ എണ്ണയും അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിനോട് ഒരു ഇത്തിരി വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഞാനിവിടെ ഇത്തിരി വെള്ളം ഒഴിച്ച് പേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളി വാടി വന്നപ്പം അത് ഒരു ഇത്തിരി വാട്ടറി ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിഷയമില്ല, നമുക്ക് ലാസ്റ്റ് അത് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം വിഷയമില്ല, പക്ഷെ അങ്ങനെ ആവണ്ടെന്ന് കരുതി പറഞ്ഞതാണ്. പിന്നെ വെള്ളം എന്തിനാണ് ഒഴിക്കണമെന്ന് വെച്ചാൽ അതിൽ ഞാൻ അത്രമാത്രം ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇത് നമുക്ക് എത്രയും ഓയിൽ കുറച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഓയിലൊക്കെ കുറച്ച് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററാണ് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്ന് കരുതി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. ഇത് വീണ്ടും ഞാൻ പറയാൻ, ടേസ്റ്റിനൊരു മാറ്റമില്ല. അപ്പോൾ ഇവിടെ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചോറുണ്ടാക്കാൻ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 6 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഹാഫ് കപ്പിലാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. അപ്പം 1 കപ്പ് എടുക്കുന്നവർ 3 കപ്പ് അരി എടുത്താൽ മതിയാവും. ഞാൻ 2 പേർക്കുള്ള അളവാണ് പറയുന്നത്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ 2 പേർക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ വെള്ളം എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ നമ്മുടെ തക്കാളി, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി വിസിൽ വരാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് നമ്മുടെ അരി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ മസാല അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇനി ചോറുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് തക്കാളി ഇട്ട് കുക്കർ അടച്ചു വെക്കുകയാണ്. ചോറിനുള്ള വെള്ളം ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാറ്. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതുപോലെ തന്നെ അരി ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പം അരി വഴറ്റുകയെന്ന് വെച്ചാൽ പാത്രം വെച്ച് അതിലേക്ക് ഒരിത്തിരി ഓയിൽ, നെയ്യ്, അതുപോലെ നമ്മുടെ ഹോൾ സ്പൈസസ്, പെരുംജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് അരി ഒന്നിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സേ നമ്മൾ റോസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അരി ഇങ്ങനെ ഡബിളായി വരുന്നത് പോലെ നമുക്ക് തോന്നും. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് അരി അങ്ങനെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ് അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. ഞാനിതിൽ നമ്മുടെ ചെറുനാരങ്ങ നീര് അതൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഈ സോട്ട് ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ച് ഓയിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ അരിയിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്യും. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ എന്തിനാണ് ചോറ് വെക്കുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ ഇടുന്നതാണ്. അത് നമ്മുടെ ചോറിന് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലേവർ കൊടുക്കും. നല്ലതാണ്. നമ്മളിപ്പോൾ നോർമൽ ബിരിയാണിക്കല്ലാണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതവിടെ അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളം തിളയ്ക്കുന്നവരെ ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മുടെ വെള്ളം അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കുന്നത് വരെ ഒന്ന് റോസ്റ്റ് ആക്കുക, അത്രേ ചെയ്യാറുള്ളൂ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളവും അരിയും ഒരേ ലെവലിലാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അതുവരെ നമ്മൾ അരിയും വെള്ളവും ഒരേ ലെവലിലാകുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. വെള്ളവും അരിയും ഒരേ ലെവലാകുമ്പം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്.
അപ്പോൾ ഇതേ സമയം നിങ്ങൾക്ക് കാണാം നമ്മുടെ മസാല അവിടെ വിസിൽ വരുന്നുണ്ട്, തക്കാളി ഇതൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. പിന്നെ ഈ കുക്കർ ഇതിപ്പം അതിൻ്റെ വിസിൽ പോകാൻ കാത്തു നിൽക്കണ്ടേ, അത് ഒരുപാട് പാടല്ലേ എന്ന് കരുതുന്നവരോട് ജസ്റ്റ് ആ കുക്കറിൻ്റെ വിസിൽ ഒന്നെങ്കിൽ ഒരു കത്തി അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ആ വിസിലൊന്ന് പൊന്തിച്ച് പിടിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയി പൈപ്പ് തുറന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ വിസിലെല്ലാം പോവും. നമ്മുടെ കുക്കറിൽ വെള്ളം തട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ വിസിലെല്ലാം പോവും. അപ്പോൾ അതാ ചോറ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിന് വേണ്ടി ചെറിയ അടുപ്പിലേക്ക് വെക്കുകയാണ്, വലിയ അടുപ്പിൽ നിന്ന് ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാതും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് മസാല സെറ്റാക്കുമ്പോഴേക്കും ചോറ് വേവും. ചോറിന് ഒരു 12-15 മിനിറ്റ്, അത്രയും മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ മതിയാവും. അപ്പോഴത്തേനും ചോറ് റെഡിയാവും. ഞാനിത് പറഞ്ഞു തരുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പം, അതായത് ഒരു 1 ഹവറിനുള്ളിൽ വെക്കാൻ പറ്റുന്ന നല്ല ഒതൻറ്റിക് ദം ബിരിയാണിയാണിത്. അപ്പോൾ ഞാനിടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല ഇടും, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, അങ്ങനെ കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ഇടുക. എല്ലാവരും ഈ മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്നും ഇടുമെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ആദ്യം മുതലേ ബിരിയാണി വെക്കുമ്പോൾ അതേതൊരു ബിരിയാണി ആണെങ്കിലും ബീഫ്, ചിക്കൻ, അങ്ങനെ ഏത് ബിരിയാണി ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിടും. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യും, അതുപോലെ കുറച്ച് നാരങ്ങാനീര്, അത് രണ്ടും ആഡ് ചെയ്ത് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും പുതിനയൊക്കെ ഇട്ടാൽ നമ്മുടെ മസാല റെഡിയായി. അപ്പം ഈ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് റെഡിയാവും. അപ്പോൾ ചോറൊക്കെ റെഡിയായി നമ്മൾ ദമ്മിടാൻ തുടങ്ങിയാണ്. ആദ്യം മസാല കുറച്ചിട്ട് നിരത്തി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ, അതാ ഞാൻ പറഞ്ഞ അധികം വേവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാലും മതി. ദമ്മിൽ കിടക്കുമ്പോൾ അത് ഫ്രൈ ആയി വരും. വീണ്ടും നമ്മുടെ മസാല ഇടുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറ്, ഞാൻ ഒറ്റ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കാറ്. താഴെ മുഴുവൻ മസാല, മുകളിൽ മുഴുവൻ ചോറ്. അങ്ങനെ ചോറ് നമ്മൾ ദം ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. പിന്നെ അധികം മല്ലിയിലയും പുതിനയിലയും ഒന്നും ഇടില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിന് അത്ര പ്രിഫർ ചെയ്യുന്ന ആളല്ല ഞാൻ മസാലയിൽ ഇടുക എന്നല്ലാതെ ഇതിലിടുമ്പം അത് ഇതെന്താ ഇത്രയും വേസ്റ്റ്, ഇത്രയും കച്ചറ എന്ന് പറഞ്ഞത് ഇങ്ങനെ സൈഡിലോട്ട് എടുത്ത് വെക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അതായത് ഒരു 20-30 മിനിറ്റ്സ് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഹോളൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഹോള് എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ആ ഹോളൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 20-30 മിനിറ്റ്സ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കും. അപ്പോൾ നല്ല ദമ്മായി നല്ല സെറ്റ് ബിരിയാണി ആയി വരും. ഇതേ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലീനിങ്ങും എല്ലാം കൂടിയാണ് കേട്ടോ ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞത്. അപ്പോൾ ബിരിയാണി മിക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടെ കൂടുക, അത്രയേ ഉള്ളൂ.